ഈ ഇൻസ്റ്റ റീൽസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പിള്ളേരുടെ ഇടയിൽ ഭയങ്കരമായ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇൻസ്റ്റയാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ്റെ ഒരു വലിയ അവർക്ക് ആഹാരം കഴിച്ചാലും തിന്നാലും ഇരുന്നാലും നിന്നാലും കിടന്നാലും എല്ലാം റീൽസ് ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പിള്ളേരുടെ ഒരു, മുതിർന്നവരെക്കാളും കുറച്ചുകൂടി ഇപ്പോൾ പിള്ളേരാണ് അതിൽ കുറച്ച് ഇതായിരിക്കും. ഇപ്പോൾ റീൽസിൻ്റെ പേരിൽ റീച്ച് കൂടി എന്നതിൻ്റെ പേരിൽ കുട്ടികൾ തമ്മിൽ അടിയും ബഹളമൊക്കെ ഒരു കുട്ടിയുടെ പല്ല് സീനിയർ വിദ്യാർത്ഥികൾ അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം? എവിടെയാണ് നടന്നത്? 20ഓളം വിദ്യാർത്ഥികളാണ് ഈ ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് സംഭവം നടക്കുന്നത് കുറ്റ്യാടിയിലാണ്, കോഴിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ജൂനിയർ സീനിയർ സംഘർഷം ഉണ്ടായത്. അവിടെ ഒരു കലോത്സവം ഉണ്ടായി. ഈ കലോത്സവത്തിൽ സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും എല്ലാം പങ്കെടുത്തു. ഇതിൽ ജൂനിയർ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഒരു കോൽക്കളി മത്സരമുണ്ട്. ഈ മത്സരത്തിൽ ഇവർ ഇതിന്റെ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാഗ്രാമിലോ മറ്റേതിലോ റീൽസ് ആയിട്ട് ഇവർ അപ്ലോഡ് ചെയ്തു. ഈ അപ്ലോഡ് ചെയ്തത് ഒരുപാട് ആളുകൾ കണ്ടു, ഒരുപാട് വ്യൂവേഴ്സ് അതിന് കിട്ടി. ഇതിന്റെ പേരിൽ സീനിയേഴ്സ് ഇവരുമായിട്ട് ഇടഞ്ഞു. സീനിയേഴ്സ് പറഞ്ഞു, നിങ്ങൾ അത് പിൻവലിക്കണം, അത് ശരിയല്ല. കാരണം അതിന് ഒരുപാട് വ്യൂവേഴ്സ് അതിന് കിട്ടി. സ്വാഭാവികമായിട്ട് ഇവർക്കിടയിൽ എന്തോ ഒരു തരത്തിലുള്ള ഒരു ഈഗോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവരത് പിൻവലിക്കാൻ തയ്യാറായില്ല, ഈ ജൂനിയർ വിദ്യാർത്ഥികൾ. ഇതിന്റെ പേരിലാണ് ഈ സംഘർഷം മുഴുവൻ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. 20ഓളം വിദ്യാർത്ഥികളെ ഇപ്പോൾ എന്താണ് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. അച്ചടക്ക നടപടികൾ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക, ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടുക, ഇൻഫ്ലുവൻസർ ആയിത്തീരുക, തങ്ങളുടെ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ കാണുക എന്നുള്ളതൊക്കെ ഉള്ളത് ആളുകളുടെ ഒരു വല്ലാത്തൊരു മാനിയക്കായിട്ട് ഇത്തരം വിഷയങ്ങൾ ആളുകൾ മാറി തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഒരാളുടെ മാന്യത ഇന്ന് നിശ്ചയിക്കുന്നത് നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, നിന്റെ വീഡിയോ എത്ര പേര് കണ്ടു, ഈ രീതിയിലാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ വരുമാനം സെറ്റ് ചെയ്തിട്ട് വരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ആളുകളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത്, പണ്ടൊക്കെ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും സ്റ്റാറ്റസിനെ നിർണ്ണയിക്കുന്ന ഓരോ രീതികളുണ്ട്. ഇന്നിപ്പം നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, നിന്റെ റീൽസിന് എത്ര വ്യൂവേഴ്സ് ഉണ്ട്, ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങളെല്ലാം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇത്തരം രീതിയിലുള്ള സംഘർഷങ്ങൾ, അതും വിദ്യാർത്ഥികൾ, വളരെ ചെറിയ വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സീനിയേഴ്സ് പറഞ്ഞത് ജൂനിയേഴ്സ് കേട്ടില്ല, അതും ഇൻസ്റ്റാഗ്രാം റീലിന്റെ പേരിൽ ഒരു റീൽ പിൻവലിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. കൃത്യമായിട്ട് അവർക്ക് അച്ചടക്ക നടപടി എടുത്തു. ഈ വിദ്യാർത്ഥിയെ ഇത്രയും ആ കുട്ടിയെ മർദ്ദിച്ച ഹിഷാം അങ്ങനെ വല്ലതുമാണ് ആ കുട്ടിയുടെ പേര്. +1 പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിയാണ് വല്ലാത്ത രീതിയിൽ മർദ്ദിച്ച് അവന് ദേഹത്തൊക്കെ വലിയ രീതിയിലുള്ള പരിക്കുകൾ, പല്ലൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ. അതെ, ആ ഒരു വല്ലാത്ത തലമുറയായിട്ട് നമ്മൾ തന്നെ എത്ര വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അതായത് റീൽസ് എടുക്കുമ്പോൾ ആളുകൾ കൊക്കയിൽ വീണ് മരിച്ചു, വെള്ളച്ചാട്ടത്തിന്റെ പുറത്ത് ഈ ഇടയ്ക്ക് MBD പെറ്റിയടിച്ചെങ്ങാണ്ട് ഒരു കാറിന്റെ പുറകിലിരുന്നിട്ട് മറ്റൊരു കാറിന്റെ ഡിക്കി തുറന്ന് അതിന്റെ അകത്ത് നിന്നിട്ട് എങ്ങാണ്ട് റീൽസ് എടുത്തതിന്റെ പേരിൽ MBD പിഴയടച്ച സംഭവങ്ങൾ. പിന്നെ മറ്റേ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, സഞ്ജു ടെക്കി, പിന്നെ കാറിനകത്ത് സ്വിമ്മിംഗ് പൂള് അല്ലെ, അത്തരത്തിൽ എന്തോ കാണിച്ചതിന്റെ പേരിൽ പിന്നെ അതൊക്കെ എന്ത് മാരകമായ കാര്യങ്ങൾ, എന്ത് അപകടം പിടിച്ച കാര്യങ്ങളാണ്. എന്ത് അപകടവും. ഇപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ കൈവിട്ട് ബൈക്ക് ഓടിച്ച് അത് റീൽസ് എടുത്ത് ഇടുന്നു. അതെ, ഒരു സെക്കൻഡ് പോരെ അപകടങ്ങൾ ഉണ്ടാകാനും ജീവൻ നഷ്ടപ്പെടാനും ഒക്കെ. എന്നിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ട് റീച്ച് കൂടിയിട്ട് ലൈക്ക് കിട്ടിയിട്ട് കാര്യം എന്താണ്? ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഫ്രസ്ട്രേഷനും ഇപ്പോഴത്തെ പിള്ളേരുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കയറിയില്ല കേട്ടോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് റീച്ച് ചെയ്തില്ല. റീച്ച് കയറാത്തതിന്റെ പേരിൽ ഒരാൾ റീൽസിന് റീച്ച് ഇല്ലാത്തത് കൊണ്ട് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ വരാൻ വേണ്ടി സാധിക്കും. അച്ഛനമ്മമാര് ചോദിക്കണം എന്താ വിഷമിച്ചിരുന്ന, പണ്ടൊക്കെ വിഷമിച്ചിരുന്ന പഠിത്ത മാർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ പരീക്ഷ വരുമ്പോഴായിരിക്കും, സമയങ്ങളിലാണ് പിള്ളേര് വിഷമിച്ചും അല്ലെങ്കിൽ കാമുകി പോകുമ്പോ ബ്രേക്കപ്പ് ആവുമ്പോ
ബ്രേക്കപ്പ് ഒക്കെ ഇപ്പോഴാ, തേപ്പും ബ്രേക്കപ്പ് ഒക്കെ ഇപ്പോഴാ. പണ്ട് പിന്നെ നിരാശ കാമുകനും കാമുകിമാരും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോ പിള്ളേരോട് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് കിട്ടിയത് 1.5 ലക്ഷം ലൈക്ക്, 50,000 ലൈക്ക്, അല്ലെങ്കിൽ 10,000 ലൈക്ക്, ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇതിനപ്പുറവും ഞാൻ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ തലം. നമുക്ക് മൊബൈലിൽ അറിയില്ലാത്ത കാര്യങ്ങൾ പോലും ഇപ്പോൾ കുഞ്ഞു മക്കൾക്ക്, കാരണം അവരെ ആഹാരം കഴിപ്പിക്കാനും അവരെ ഉറക്കാനും അവരെ എൻജോയ് ചെയ്യിപ്പിക്കാനും കളിക്കാനും ഒക്കെ പിന്നെ മൊബൈൽ ഒരു വസ്തുവാക്കി അങ്ങ് കൊടുത്തേക്കുകയാണ് അച്ഛനമ്മമാർ. അതിലെന്തോ അവർക്ക് ചെറുപ്പത്തിലേ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുമ്പോൾ മുട്ടീന്ന് കഴിക്കുമ്പോഴേ ഇതിന്റെ കാര്യങ്ങളെല്ലാം പണ്ട് ഈ പാടത്തും പരമ്പിലും ഒക്കെ കളിക്കുന്ന, പണ്ട് ഈ വെക്കേഷനൊക്കെ ഒരു പ്രധാനപ്പെട്ട ദിവ്യ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ടത്തെ ഒരു നൊസ്റ്റാലജിയ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങള്, വയലുകള്, ആ വയലുകളിൽ ക്രിക്കറ്റ് കളിക്കുക, ഇതൊക്കെ ആളുകൾക്ക് മഴ നനയുക, ഇങ്ങനത്തെ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് മണങ്ങളുണ്ട്. ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ഒരു എന്താണ് വിസ്മൃതിയിലാണ്ടുപോയി എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ യുഗം, അതായത് ആധുനിക യുഗം, ടെക്നോളജി യുഗം വന്നതോടുകൂടി സംഭവിച്ചിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ സമാധാനം ഇല്ലാതായിരിക്കുന്നു. മനുഷ്യന് സമാധാനമില്ല. അവന് ഡ്രഗിന് അഡിക്റ്റാണ്. അവന് രാത്രി ഉറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. അല്ലെങ്കിൽ പല മയക്കുമരുന്നുകൾക്കും അടിമയാണ്. അതായത് ഈ MDMA പോലുള്ള ലഹരികൾ, രാസലഹരികൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം പഠനങ്ങൾ പറയുന്നതാണ് കേട്ടോ. അതായത് സന്തോഷമില്ല. ഈ MDMA ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്ത ഹാപ്പിനെസ് നമുക്ക് തരുന്നുള്ളതാണ്. ഒരു ഹാപ്പിനെസ് വല്ലാത്ത ലിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് കുട്ടികൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു, കുറേ അധികം ആളുകൾ. കാരണം ആത്യന്തികമായിട്ട് സന്തോഷമില്ല, ആത്യന്തികമായിട്ട് ജീവിതത്തിൽ സന്തോഷമില്ല എന്നുള്ളതാണ് ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. കേരളത്തിലാണ് കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതും യുവാക്കൾക്കിടയിൽ ആത്മഹത്യ പെരുകുന്നു കേരളത്തിൽ. അത് മാത്രമല്ല ഗൗതം, ഇപ്പൊ ഈ ചാറ്റിംഗ് എന്നൊക്കെ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട ഏതോ നാട്ടിലെ ആസാമിലെയോ നേപ്പാളിലോ ബംഗാളിലോ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നവന്മാരെ തേടി പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നു, എന്നിട്ട് ചതികളിൽ പെടുന്നു, പിന്നീട് ജീവിതം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പോൾ ആളെ കാണുകയും വേണ്ട, ചാറ്റ് ചെയ്യുന്നു, പിന്നീട് വീഡിയോ കോൾ ചെയ്തോ, അല്ലെങ്കിൽ കോളുകളിലൂടെ പിന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ ഇവർ ഇറങ്ങിപ്പോകുന്നു. വീട്ടുകാരെ അന്വേഷിച്ച് എവിടെയെന്നും പറഞ്ഞ് അന്വേഷിക്കും. കൊടുക്കുന്ന അഡ്രസ്സ് തെറ്റായിരിക്കും, കൊടുക്കുന്ന ഫോട്ടോ തെറ്റായിരിക്കും. ഇപ്പൊ 25കാരനെന്നും പറഞ്ഞ് പോകുന്ന പെൺകുട്ടി കാണുന്നത് 60കാരനായിരിക്കും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നല്ല രീതിയിലും ഉപയോഗിക്കാം, മോശപ്പെട്ട രീതിയിലും ഉപയോഗിക്കാം. ഒരാളെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ എത്രയോ കുട്ടികൾ നല്ല രീതിയിൽ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റയും ഒക്കെ നല്ല കാര്യങ്ങൾക്ക്, അവരുടെ കൂടുതൽ എഴുത്തുകൾ, കൂടുതൽ എന്താ പറയുക, വായനകൾക്ക്, കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ അറിയാനായിട്ട്, എഴുതാൻ താല്പര്യമുള്ളവർക്ക് അത്തരത്തിലുള്ള കഴിവുകൾ പുറത്തെടുക്കാനായിട്ട്, അങ്ങനെ ഒരുപാട് പാട്ട് പാടാൻ കഴിവുള്ളവർക്ക് അത്തരം കഴിവുകൾ പുറത്തെടുക്കാൻ, ഡാൻസ്, അത്തരം കഴിവുകൾക്ക് പലരും നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പകുതി കൂടുതൽ പേരും മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരം വാർത്തകൾ റീച്ച് കുറഞ്ഞതിൻ്റെ പേരിൽ വിദ്യാർത്ഥിയുടെ പല്ലടിച്ച് തെറിപ്പിക്കുന്നു, അതും 20ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയുന്ന കാര്യങ്ങളല്ല. അതും ഒരു റീൽസിനെ തുടർന്ന്, ഒരു റീൽസിന് റീച്ച് കൂടിയതിനെ തുടർന്ന് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷം നേരത്തെ ഉണ്ടായി. അതിന് അധ്യാപകരൊക്കെ ചേർന്നിട്ട് അതിനൊക്കെ പരിഹരിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അത് പോയി. പിന്നീടാണ് ഈ കുട്ടിക്കെതിരെ, ഹിഷാം എന്ന് പറയുന്ന കുട്ടി, അങ്ങനെ എന്തുവാണ് അവൻ്റെ പേര്, ആ കുട്ടിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അവരിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുക, ചികിത്സയിലാണ് അവൻ. അപ്പോൾ പോലീസ് കർശനമായിട്ടുള്ള നടപടികൾ എടുക്കും എന്ന് പറഞ്ഞു. ധന്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമാണ്. സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റെതായ നല്ല ഗുണങ്ങളുണ്ട്, മോശം വശങ്ങളുണ്ട്. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒറ്റ സെക്കൻഡിൽ നമുക്ക് ഈ മൊബൈലിലൂടെ ഇന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നു. ആളുകൾക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ടെങ്കിലും ഒട്ടനവധി ദോഷങ്ങളും അതിനുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ദോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും, അതായത് മനുഷ്യനെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട രീതിയിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്തരം രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ പോട്ടെ. അതെ.